നമസ്കാരം. കശ്മീരിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ചങ്ങമ്പുഴയിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ക്യൂ നിന്ന് പലരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി കാത്തു നിൽക്കുകയാണ്. ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു എൻ രാമചന്ദ്രൻ. ഒരുപാട് പൊതുപ്രവർത്തന രംഗത്തൊക്കെ അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്ന ആളാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്ത് വലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ 7 മണിയോട് കൂടിയിട്ടാണ് എറണാകുളം റെനെ മെഡിസിറ്റിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന രാമചന്ദ്രൻ്റെ ഭൗതിക ശരീരം ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. 7:15 കൂടിയിട്ടാണ് പൊതുദർശനം ആരംഭിച്ചത്. ഈ പൊതുദർശനത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പി രാജീവ് അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കം എല്ലാവരും ഈ ഒരു പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഹാളിൽ സന്നിഹിതരാണ്. ഇവിടെ നിരവധി പേർ രാവിലെ 7:15 കൂടി തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 9 മണി വരെയാണ് പൊതുദർശനമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി പി രാജീവ് തുടങ്ങിയവരെല്ലാവരും ഈ ചടങ്ങിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനുശേഷം 9:30 ഭൗതിക ശരീരം സ്വവസതിയിലേക്ക് മാറ്റും. അവിടെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കും. അതിനുശേഷം 12-ന് ഇടപ്പള്ളി ശാന്തി കവാടം ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ചങ്ങമ്പുഴ പാർക്കിൽ തന്നെ ഒരു അനുശോചന യോഗം ചേരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസവും രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒട്ടേറെ പേർ അനുശോചനം അറിയിച്ചുകൊണ്ട് എത്തിയിരുന്നു. മന്ത്രി ആർ ബിന്ദു, മുൻ മന്ത്രി PK ശ്രീമതി, BJP നേതാവ് എൻ രാധാകൃഷ്ണൻ, സംവിധായകൻ മേജർ രവി തുടങ്ങിയവരെല്ലാവരും തന്നെ ബന്ധുക്കളെ കാണുവാനായി അവിടെ എത്തി ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. രാമചന്ദ്രൻ്റെ ജ്യേഷ്ഠൻ രാജഗോപാല മേനോൻ US നിന്നും ഇന്നലെ വൈകുന്നേരമാണ് മടങ്ങിയെത്തിയത്. അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ദിവസം ഈ ഭൗതിക ശരീരം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയിട്ട് അദ്ദേഹം വൈകുന്നേരത്തോടു കൂടിയിട്ട് അദ്ദേഹം എത്തിയതോടു കൂടിയിട്ടാണ് വെള്ളിയാഴ്ച സംസ്കാര ചടങ്ങുകൾ നടത്തുവാനുള്ള തീരുമാനം ആയത്. ഈ കശ്മീരിലേക്ക് രാമചന്ദ്രനും ഭാര്യയും മകളും കൊച്ചുമക്കളും കൂടി കശ്മീരിലേക്ക് പോയതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് രാജഗോപാല മേനോൻ US മടങ്ങിയത്. അദ്ദേഹം എത്തുന്നതിൻ്റെ ഒരു താമസമാണ് ഈ സംസ്കാര ചടങ്ങ് ഇന്നത്തേക്ക് മാറ്റുവാനുണ്ടായൊരു സാഹചര്യമുണ്ടായത്. എന്തായാലും നിരവധി പേരാണ് രാവിലെ മുതൽ രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നല്ല വലിയൊരു സൗഹൃദ വലയം തന്നെ അദ്ദേഹത്തിന് ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ഈ ഒരു പൊതുദർശനം നടക്കുന്ന ഹാളിൽ മകൻ അരവിന്ദ്, ഭാര്യ ഷീല, മകൾ ആരതി എന്നിവരും കൊച്ചുമക്കളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കണ്ണീരോടുകൂടി തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 12 മണിയോട് കൂടിയിട്ടാണ് ശാന്തി കവാടത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 9:30 അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയി ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടക്കും. എന്തായാലും വലിയ ജനത്തിരക്ക് തന്നെയാണ് ചങ്ങമ്പുഴ പാർക്കിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അഭിശങ്കരനൊപ്പം R. പീയൂഷ്, മറുനാടൻ TV.